ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാഗി റെസിപ്പി ആയിട്ടാണ്. മാഗി എല്ലാവർക്കും ഇഷ്ടമല്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് എഗ് മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി എഗ് മാഗി മസാല തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. പിന്നെ മാഗി ആയതുകൊണ്ട് പ്രത്യേകം പറയണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഗ് മാഗി മസാല തയ്യാറാക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ചൂടായി വന്നപ്പോൾ അതിലേക്ക് 3 വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റ് ചേർത്തിട്ട് കൂടുതൽ സമയം വഴറ്റിയെടുക്കൊന്നും വേണ്ട. ക്യാരറ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാവും. ഒരു 2-3 മിനിറ്റൊക്കെ നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം. ക്യാരറ്റും സവാളയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, ഈ ഒരു സമയത്ത് കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാല നമുക്ക് പാനിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ സ്പേസിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിച്ച പാടെ അത് ചിക്കിയെടുക്കേണ്ട, ഇതൊന്ന് കുക്കായി വരട്ടെ, ചെറുതായിട്ടൊന്ന് കുക്കായി വരട്ടെ. 1 മിനിറ്റൊക്കെ നമുക്കിതുപോലെ അങ്ങനെ വെക്കാം. ഇനി മുട്ട നന്നായിട്ട് ചിക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു മസാലയുമായിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചിക്കി എടുക്കുന്നതാണെങ്കിൽ മുട്ട മസാലയിൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവും. അതായത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ മൊത്തം അങ്ങ് കുഴഞ്ഞു പോവും. പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നന്നായിട്ട് അങ്ങ് കുക്കായിട്ട് വരും. ഒരു ഹാഫ് കുക്ക് ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സോസുകളിലൊക്കെ ഉപ്പുള്ളത് കൊണ്ടാണ് നേരത്തെ ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല വേഗം തന്നെ ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാന് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. 2 പാക്കറ്റ് നൂഡിൽസാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു മാഗി പാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മസാല പൗഡർ ഉണ്ടല്ലോ, അത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നൂഡിൽസ് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാനുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ചുകൊണ്ട് തന്നെ 1-2 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നൂഡിൽസ് കുറച്ചുകൂടെ ഡ്രൈ ആയി കിട്ടാനുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരുമ്പോൾ തന്നെ കറക്റ്റ് പാകത്തിലായിക്കോളും. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട. ഈ ഒരു പാകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്